ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടൽ. സഭാ നടപടികൾ തടസ്സപ്പെടുകയും സ്പീക്കർ സഭ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു. സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അനാവശ്യ ഇടപെടലുണ്ടാകുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആരോപിച്ചു. അന്വേഷണം കാര്യക്ഷമമല്ലാത്തതിനാലാണ് പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത്. അടുത്ത ദിവസം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജയിൽ മോചിതനാകും. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് SIT അന്വേഷണം ഈ രീതിയിൽ മുന്നോട്ടു പോയതെന്നും സഭയ്ക്കകത്തും പുറത്തും സമരം കടുപ്പിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്ലക്കാർഡുകളും ബാനറുകളുമായി പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലിറങ്ങി. പ്രതിഷേധം ശക്തമായതിനിടെ കോൺഗ്രസ് MLA-മാരായ അൻവർ സാദത്തും സനീഷ് കുമാറും സ്പീക്കറുടെ ഡയസിലേക്ക് കയറാൻ ശ്രമിച്ചത് വലിയ സംഘർഷത്തിന് കാരണമായി. ഭരണപക്ഷ അംഗങ്ങളും നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചതോടെ സഭ പ്രക്ഷുബ്ധമായി. ബഹളത്തെ തുടർന്ന് സ്പീക്കർ A.N. ഷംസീർ സഭ താൽക്കാലികമായി നിർത്തിവെച്ചു. പ്രതിപക്ഷ പ്രതിഷേധം കനത്തതോടെ സഭാ നടപടികളും പൂർത്തിയാക്കാൻ സാധിച്ചില്ല. അതേസമയം ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട പ്രതിപക്ഷ MLA-മാരായ CR മഹേഷും നജീബ് കാന്തപുരവും സഭാ കവാടത്തിൽ നടത്തുന്ന സത്യാഗ്രഹം ഇന്നും തുടർന്നു. Like, share, subscribe.